കട്ടുപിടിഞ്ഞതാ? ഒരുപാട് ആഗ്രഹിച്ചിട്ട് ഒരു മന്തികട തുടങ്ങി. ആദ്യ ദിവസങ്ങളിലൊക്കെ പകുതിയിലേറെയും ഫുഡ് ബാക്കി വന്നിട്ട് ലാസ്റ്റ് മൂപ്പര് ഈ ഒരു മന്തികട നിർത്തേണ്ട വക്കത്ത് വന്നപ്പം ഉമ്മന്റെ ഒരൊറ്റ വാക്കുകൊണ്ട് മോൻ വിജയിക്കുന്നുള്ള ഒരൊറ്റ വാക്കുകൊണ്ട് ഇപ്പം ഈ ഒരു മന്തിക്കടയിൽ നിന്ന് കഴിച്ച ആൾക്കാർ വീണ്ടും വീണ്ടും വരാനുള്ള ഒരൊറ്റ കാരണം ഇവിടുത്തെ മന്തിന്റെ അപ്പുറം കിട്ടുന്ന ആ ഒരു മസാല ആണ്, ചിക്കൻ മസാല. അടിപൊളി ടേസ്റ്റ് ആണ്. ആ ഒരു ഉമ്മാന്റെ വാക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഇവിടുന്ന് കഴിച്ച ഒരാള് പോലും നെഗറ്റീവ് പറയില്ല. നല്ല ചൂടോടുകൂടി 100 രൂപന്റെ മന്തി. അപ്രതീക്ഷമായിട്ടാണ് ഈ ഒരു കടയിൽ ഞാൻ എത്തിയപ്പം ഓരോ ആൾക്കാരുടെ വാക്കുകളും അടിപൊളി എന്നല്ലാതെ ഒരു നെഗറ്റീവ് പോലും പറയാനില്ല. അടിപൊളിയാ? എന്താണ് മറ്റുള്ള മന്തിനാണ്ടി ഒരു ഡിഫറൻറ്റ്? എന്താണ് മസാല അടിപൊളിയല്ലേ? ടേസ്റ്റ് ഉണ്ടോ? എല്ലാ ഇതൊന്നും കഴിക്കുന്നത് എന്താണ് ഡിഫറൻറ്റ് ഉള്ളത്? മസാല ആണോ? മസാല അടിപൊളിയല്ലേ? മന്തി പറഞ്ഞിട്ട് ഇതാ മന്തി കവറിലാണ് നല്ല ചൂടോടുകൂടി ഇത് ചിക്കൻ പൊള്ളിച്ചതും മയോണീസ് നമുക്ക് വേണ്ടിയത് ആവശ്യത്തിന് എടുത്ത് കഴിക്കാം. ആദ്യമായിട്ട് അങ്ങനെയൊക്കെ കാണുന്നത്. നല്ല ചൂടുണ്ട് കേട്ടോ. ഈ ഒരു ഫോയിൽ പേപ്പറിലായതുകൊണ്ട് അത്യാവശ്യം നല്ല ചൂടുണ്ട്. ചിക്കൻ പൊള്ളിച്ചത് അടിപൊളി മസാല 100 രൂപ വരുന്നത്. നിങ്ങളെ മസാല അടിപൊളിയാണ്. വീട്ടിൽ പരിപാടി? ഞാനും വൈഫും കൂടി ഇതെന്താ ഇങ്ങനെ ഈ ഒരു ഇതില് കൊണ്ടുവരാൻ കാരണം? ചൂടാറൂല, ഈ കവറാകുമ്പോ ചൂടാറൂല. അപ്പൊ നല്ല ചൂടിൽ എല്ലാവർക്കും കൊടുക്കും ചെയ്യാം. നല്ല ടേസ്റ്റ് കഴിക്കാം ചൂടോട് കൂടി. ഇതിപ്പോ തുടങ്ങിയിട്ട് പരിപാടിയായോ? ഞാനിപ്പോ 3 മാസത്തെ 3 മാസം 100 രൂപന്റെ മന്തി അല്ലേ? വർക്കായിരുന്നു. കൈക്ക് ചെറിയ കട്ടുപിടിഞ്ഞതാ? കൈക്ക് കട്ടുപിടിക്കുന്നുണ്ട്. പരിപാടി എങ്ങനെയുണ്ട്? എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എന്തായാലും നമ്മളെ എടവണ്ണപ്പാറ അരീക്കോട് ഭാഗത്തേക്ക് പോകുമ്പോ വാവൂരല്ലേ? വാവൂര് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റോപ്പ്. വാവൂര് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റോപ്പ് അല്ലേ? ഓക്കെ. വാവൂരിന്റെ പൂങ്കുടിന്റെ ഇടയില് അടിപൊളി മന്തിയാണ്. നമ്മൾ ഇതുപോലത്തെ ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇത് അവിടെ ഒരുപാട് ആൾക്കാർ നിൽക്കുന്നുണ്ട്. മന്തിയൊക്കെ സൂപ്പർ അല്ലേ? അടിപൊളി അല്ലേ? ചുമ്മാ പോലെയല്ല, അടിപൊളി ഫുഡാണ്. ഇനിയിപ്പോ മന്തിന്റെ ഒരു കട്ടൻ വേണമെങ്കിൽ ആ കട്ടൻ ഇവിടുന്ന് കഴിക്കുക. അത് വെറും 5 രൂപ മാത്രമുള്ള എക്സ്ട്രാ കൊടുത്താൽ മതി കേട്ടോ. എന്റെ വീഡിയോ ഏറ്റവും കൂടുതൽ ഇതുപോലെ ആൾക്കാരെ സപ്പോർട്ട് ചെയ്യലാണ്. പക്ഷെ ഞാൻ ഇവിടെ വന്ന് കഴിച്ച് ഓസിക്ക് കഴിച്ച് പോവാന്നുള്ള ഒരു കമന്റ് മാത്രം നിങ്ങൾ ഇടരുത്. ഞാൻ കഴിക്കുന്നതിനുള്ള ഫുഡിന്റെ പൈസ ഞാൻ അവർക്ക് കൊടുത്തിട്ട് തന്നെയാണ് പോകുന്നത്. ഇതുപോലത്തെ ഹിഡൻ സ്പോട്ടുകൾ നിങ്ങളെ മുന്നിലേക്ക് ഇനിയും കാണിക്കണമെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യണം കേട്ടോ. നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം.